നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പ്. വയനാടിനായി പിരിച്ച പണം എവിടെയെന്ന് നേതാക്കളോട് ചോദിക്കുന്നു. അർഹതയില്ലാത്തവരാണ് സംസ്ഥാന നേതൃത്വത്തിലെത്തിയതെന്നും രൂക്ഷ വിമർശനം. കോൺഗ്രസിലെ ക്യാപ്റ്റൻ മേജർ ചർച്ചകൾ നാണക്കേടെന്നും യൂത്ത് കോൺഗ്രസ്. ഷാജഹാൻ വിവരങ്ങൾ വായിച്ചിരുന്നു. ഷാജഹാൻ, ഈ വ്യാജ ID കാർഡ് അടക്കമുള്ളവ ഉപയോഗിച്ചതൊക്കെ ഒരുപക്ഷെ നേതൃത്വത്തിനെതിരെ വന്നു കാണും. ഇപ്പോൾ ഏറ്റവും പുതിയ വിഷയങ്ങൾ എന്തൊക്കെയാണ് നേതൃത്വത്തിനെതിരെ കോൺഗ്രസിലെ യുവജനങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും അജിംഷാദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനപ്രതിനിധികൾ, അതായത് സംഘടനാ ഭാരവാഹിത്വ നേതൃത്വത്തിലിരിക്കുന്ന, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു വിമർശനം ഉയർന്നു വന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ നേതൃനിരയിൽ നിന്നും ഒഴിഞ്ഞു മാറണം എന്നുള്ളൊരു കർശനമായിട്ടുള്ളൊരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അത്തരം വിമർശനമാണ് ഉയർന്നു വന്നത്. ഭാരവാഹികൾ ജനപ്രതിനിധികൾ അത് ഒഴിയണം. കാര്യം സംഘടനാ പ്രവർത്തനങ്ങൾ അവർക്ക് നോക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഇതിന് പ്രധാനമായിട്ടും കാണിച്ചതാകട്ടെ ആലപ്പുഴയിൽ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് പണപ്പിരിവ് നടത്തിയിരുന്നു, ബിരിയാണി ചലഞ്ച് നടത്തിയിരുന്നു. ഇത്തരത്തിൽ ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ പിരിച്ചെടുത്തു എന്നുള്ളതന്ന് വാർത്ത വന്നിരുന്നു. പക്ഷേ അതിനുശേഷം ഈ പണം സംസ്ഥാന നേതാവ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എത്തുമ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുമെന്നാണെന്ന് യൂത്ത് കോൺഗ്രസ് പറഞ്ഞതെങ്കിലും രാഹുൽ മാങ്കൂട്ടം ആ കാലഘട്ടങ്ങളിലൊന്നും തന്നെ ആലപ്പുഴ വരികയോ ആ പണം വാങ്ങുകയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ പണം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കയ്യിൽ എത്തുകയും ചെയ്തിട്ടില്ല. മാത്രവുമല്ല, ദുരന്തത്തിലകപ്പെട്ടവർക്ക് വേണ്ടി പിരിച്ച പണം എവിടെ പോയി എന്നുള്ളൊരു ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇതൊരു വിമർശനമായിട്ട് പ്രധാനമായിട്ടും ഉയർന്നു വന്നു. മാത്രമല്ല, പ്രായത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും മറ്റൊരു വിമർശനം ഉയർന്നു വന്നത്. 40 വയസ്സിന് മുകളിൽ ആക്കണമെന്നൊരു നിർദ്ദേശം വന്നു. പക്ഷേ അതിന് ശക്തമായിട്ട് മറ്റ് പല ജില്ലകളും അതിന് എതിർപ്പുമായി രംഗത്ത് വന്നു. വയനാടിനെ പിരിച്ച പണം എവിടെയെന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും ക്യാമ്പിൽ ഉടനീളം ഉയർന്നു വന്നത്. പിന്നെ ക്യാപ്റ്റൻ മേജർ വിളികൾ പൊതുവെ പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്നുണ്ട്. ഇതിന് രൂക്ഷ വിമർശനമാണ് ഏകകണ്ഠമായി അത് ക്യാമ്പിൽ ഒന്നാകെ ഉയർന്നു വന്നത്. നേതാക്കൾ അപഹാസ്യരാകരുത്. അത് അവർ ഇത്തരത്തിൽ ക്യാപ്റ്റനും മേജറുമൊക്കെ സൈന്യത്തിലാണ്. നിലവിലെ ചർച്ചകൾ കോൺഗ്രസിന് തന്നെ നാണക്കേടാണെന്ന് പറയുകയുണ്ട്. മാത്രമല്ല, ജനത്തിന് അപമതിപ്പുണ്ടാകുന്ന ഇടപെടലുകൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. വിളികൾ പ്രോത്സാഹിപ്പിക്കുന്നത് നേതാക്കൾ തന്നെയെന്നും പരസ്പരം കുറ്റപ്പെടുത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിൽ നേതൃനിരയ്ക്ക് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ശക്തമായിട്ടുള്ള താക്കീതുമായിട്ടാണ് യുവജനങ്ങളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ഈ സംഘടനയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃ ക്യാമ്പ് സമാപിച്ചത്. എന്തായാലും തിരഞ്ഞെടുപ്പിലെ പോരായ്മകൾ മൂലം ഒട്ടനവധി അനർഹർ ഭാരവാഹികളായി മാറിയിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും നേതൃത്വം പരിശോധിക്കണം. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് 50% സീറ്റ് വേണമെന്നൊരാവശ്യവും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രായത്തിൻ്റെ എതിർപ്പുമായിട്ട് ഏതാണ്ട് 13 ജില്ലാ കമ്മിറ്റികളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. 14 ജില്ലകളിൽ നിന്നും 13 ജില്ലാ കമ്മിറ്റികളും ഇതിനെതിരായിട്ട് രംഗത്ത് വന്നു എന്ന് വേണം നമുക്ക് കാണേണ്ടത്. അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ വേടനെ മാതൃകയാക്കണമെന്നൊരു നിർദ്ദേശവും മുന്നോട്ട് വന്നിട്ടുണ്ട്. കാര്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിൽ സംഘടനാ പ്രമേയത്തിലാണ് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വന്നത്. പുതുതലമുറയെ ആകർഷിക്കാൻ വേടന് കഴിഞ്ഞു. ഈ രീതി യൂത്ത് കോൺഗ്രസും അവലംബിക്കണം. സമരമാർഗ്ഗങ്ങളിലടക്കം വ്യത്യസ്തത കൊണ്ടുവരണം. അരാഷ്ട്രീയ പ്രവണതയെ ചെറുക്കുന്നതിൽ സംഘടന വീഴ്ച വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഒട്ടനവധി വിമർശനങ്ങളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആലപ്പുഴ നടന്ന നേതൃ ക്യാമ്പിൽ ഉയർന്നു വന്നത്. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തന്നെ സമരം നടത്തിയ മർദ്ദനമേറ്റവർക്ക് വേണ്ടി പിരിച്ച പണവും നൽകിയില്ല. അതും ആലപ്പുഴയെ സംബന്ധിച്ച് വലിയ വിഷയമാണ്. ഇതൊക്കെ ഒരുപക്ഷെ അവിടെ പ്രതിഫലിച്ചിട്ടുണ്ടാകും ഈ വയനാട് ഫണ്ട് മുക്കലിനൊപ്പം, അല്ലേ? തീർച്ചയായിട്ടും. കാര്യം അതാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്ന മറ്റൊരു ചോദ്യം. കാര്യം നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് മേഘ രഞ്ജിത്ത് ക്രൂരമായിട്ട് പോലീസിൻ്റെ മർദ്ദനത്തിന് ഇരയായത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയർന്നു വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ചെറുപ്പക്കാർ പ്രവീണും അതോടൊപ്പം തന്നെ മേഘ രഞ്ജിത്തുമൊക്കെ ക്രൂരമായിട്ട് മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അതിനുശേഷം അവരുടെ പേരിൽ പിരിച്ച പണം എവിടെയെന്ന് ചോദിക്കുന്നു. അവരിപ്പോഴും ചികിത്സയിലാണ്. അവർക്ക് വേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് പോലും അതിന് കാര്യമായിട്ടുള്ളൊരു പരിഗണന ആ കുട്ടിക്ക് നൽകിയില്ല എന്നുള്ളൊരു പരാതിയും ഉയർന്നു വന്നു. ഇത്തരത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർക്ക് വേണ്ടത്ര സഹായങ്ങൾ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയത് മേഘ രഞ്ജിത്തിന് എതിരെയുള്ള പോലീസിൻ്റെ ഈ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിൽ പരിക്കേറ്റിട്ട് പോലും അവരെ സഹായിക്കുന്നതിന് നേതൃത്വം ഇടപെട്ടിട്ടില്ല. അത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയായിട്ടാണ് പൊതുവെ ഈ യോഗത്തിൽ ഉയർത്തി കാണിക്കപ്പെട്ടത്. അജിംഷാദ്, തീർച്ചയായിട്ടും. കാരണം ഈ കമ്പാരിസൺ ആണല്ലോ ലോകം. ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ വലിയ രീതിയിൽ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നു. വ്യാജ ID കാർഡിലൂടെ എത്തുന്ന നേതൃത്വം, അവർ പിരിച്ച പണം ജനങ്ങൾക്കായി, വയനാട്ടിലും കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകർക്കും ഒക്കെയായി, വനിതകൾക്കൊക്കെയായി വേണ്ടി പിരിച്ച പണം മുക്കുന്നു. മാത്രമല്ല, അപ്പുറത്ത് യുവത, മീൻസ് ഇടതുപക്ഷമായ ആഭിമുഖ്യമുള്ള യുവത, DYFI, ആ DYFI വീടുകൾ വെച്ച് നൽകുകയാണ്.
അവർ പറഞ്ഞതിൽ കൂടുതൽ പണം പിരിച്ച് സർക്കാരിലേക്ക് നൽകുന്നു. ഇങ്ങനെ ഒരു മാതൃക അവിടെ ഉള്ളപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് വല്ലാതെ ഇളിഭ്യരാകുന്നത്. ഇതിലുള്ള വിമർശനം അതിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായി ഉണ്ടാകും അല്ലേ ഹാജി? തീർച്ചയായിട്ടും അജീംഷാദെ, അത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യം നേതൃത്വം കാര്യമായിട്ട് ഈ വിഷയങ്ങളിലൊന്നും ഇടപെടുന്നില്ല. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടമാണ് സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിലൊന്നും ഇടപെടാനോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനോ, ഏതെങ്കിലും സഹപ്രവർത്തകർക്ക് ഏതെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാനോ, അതിന് മുൻകൈ എടുക്കാനോ, അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകാനോ ഒന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റിനടക്കം രാഹുൽ മാങ്കൂട്ടത്തിനടക്കം കഴിയുന്നില്ല. അതിന് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹത്തിന് പഴയതുപോലെ കാര്യങ്ങളൊന്നും നോക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഒഴിവ് കഴിവാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം മാറി നിൽക്കണം, പുതിയ ആളെ ഭാരവാഹിത്വം ഏൽപ്പിക്കണമെന്നൊരു നിർദ്ദേശവും യൂത്ത് കോൺഗ്രസിൻ്റെ ഈ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ഉയർന്നു വന്നു. എന്തായിരുന്നാലും നേതൃത്വത്തിനെതിരെയായിട്ട് ശക്തമായിട്ടുള്ളൊരു എതിർപ്പ് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ആലപ്പുഴയിൽ നടന്ന നേതൃ ക്യാമ്പിൽ ഉയർന്നു വന്നത്. തീർച്ചയായും വലിയ വിമർശനം യൂത്ത് കോൺഗ്രസിനുള്ളിൽ ഉയരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പ്രത്യേകിച്ചും രൂക്ഷ വിമർശനമാണ് ഉണ്ടാകുന്നത്. ഈ ഫണ്ടുകൾ മുക്കിയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ഉള്ളിൽ വലിയ ചർച്ചയായത്, പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ച് ഷാജി? തീർച്ചയായിട്ടും അജിംഷാദ്, അത്തരത്തിൽ വലിയ വിമർശനങ്ങളാണ് പ്രത്യേകിച്ച് ചൂരൽമര ദുരന്തവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ ബിരിയാണി ചലഞ്ച്, അതോടൊപ്പം തന്നെ സൈക്കിൾ ചലഞ്ച്, ഇത്തരത്തിൽ യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഫണ്ട് പിരിവുകൾ നടത്തിയിരുന്നു. ഇത്തരം ഫണ്ട് പിരിവുകളൊക്കെ നടത്തിയിട്ട് ആ തുക എവിടെ പോയി എന്നൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഏതാണ്ട് 2 ലക്ഷം രൂപ പിരിച്ചു എന്ന് തന്നെയാണ് ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ആ പണം പോലും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു പരാതി സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. ഇങ്ങനെയെങ്കിൽ ഈ പണം, പിരിച്ച പണം എവിടെ പോയി എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റികളിൽ തന്നെ വളരെയധികം രൂക്ഷമായ അഭിപ്രായ ഭിന്നതകൾക്ക് കാരണമായിട്ടുണ്ട്. അത്തരം അഭിപ്രായ ഭിന്നതകളൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസിന്റെ നിലവിലത്തെ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൽ തന്നെ വലിയൊരു വിഭാഗം. സംസ്ഥാന ക്യാമ്പ് ആ അർത്ഥത്തിൽ വിമർശനങ്ങളുടെ വേദി കൂടിയായി. ഷാജഹാനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.